ഇപ്പം നിൽക്കുന്നത് പെരിയാർ പുഴയുടെ തീരത്തല്ല, അകത്താണ്. കാരണം വെയിലായതുകൊണ്ട്, വേനലായതുകൊണ്ട് വെള്ളം ഒരുപാട് കുറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, നമ്മളൊരുപാട് പുഴയിലിറങ്ങി വെള്ളത്തിലിറങ്ങിയൊക്കെ ഒരുപാട് അപകടങ്ങളുണ്ടാകുന്നുള്ള വാർത്തകൾ സ്ഥിരമായിട്ട് വരുന്നു. അതൊരുപാട് വിഷമിപ്പിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ടൂറിന് പോകുന്നു, അല്ലെങ്കിൽ കൂട്ടുകാർ ചേർന്ന് പോകുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അപകടങ്ങളും പറ്റി മരണപ്പെടുന്ന വാർത്തകൾ. ഈ അടുത്ത സമയത്ത് അത് കൂടുതലാണ്. അത് എന്താണെന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെരിയാർ പുഴ ഇങ്ങനെ വറ്റി നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇതിലേ വരുന്നത്. ഇപ്പോൾ നമ്മൾ താഴോട്ട് നോക്കിയാൽ ഈ പാറയുടെ ഇടുക്കിലൊക്കെ കുറച്ച് കുഴികൾ കാണാം. ഉണ്ട്, ഇതുപോലുള്ള കുഴികളുണ്ട്. ഇത് ആ വെള്ളം വന്ന് കറങ്ങി രൂപപ്പെട്ട് ഉണ്ടാകുന്ന ചുഴികൾ പോലെയുള്ള കുഴികളാണ്. നമ്മൾ ഇറങ്ങി അങ്ങോട്ട് നിൽക്കുന്നത് ഒരു പക്ഷേ ഈ കുഴിയിലേക്കായിരിക്കും കാലും കൊണ്ട് ചെല്ലുന്നത്. പക്ഷെ നമുക്കറിയത്തില്ല, കുറച്ച് വെള്ളം കിടക്കുന്നതുകൊണ്ട് നമുക്കത് അറിയത്തില്ല അവിടെ ഒരു കുഴിയുണ്ടെന്ന്. ഇപ്പോൾ നമുക്ക് ഇവിടോട്ട് നോക്കിയാലും ഒരു പക്ഷേ അത് കൂടുതലാണ്. ഉണ്ട്, ഈ ഇവിടെയൊക്കെ ഉണ്ട്. ഇതെല്ലാം വെള്ളം ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഉണ്ടാകുന്ന ഒരു ചുഴികളാണ്. ഇതിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. ഒരു തിമിർപ്പിന് അല്ലെങ്കിൽ ഒരു ഉല്ലാസത്തിന് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന ഇങ്ങനെയുള്ള കുഴികളിലേക്കാണ്. നമ്മൾ അവിടെ അങ്ങ് ഇരുന്ന് പോകും, താണു പോകും. ഇപ്പോൾ ഇവിടെ വെള്ളം കുറവായതുകൊണ്ടാണ് നമുക്കിങ്ങനെ പറയാൻ പറ്റും. വെള്ളം കൂടുതലുണ്ടെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും? പുറകിൽ നിന്ന് ഭയങ്കരമായ ഒരു ഒഴുക്കുണ്ടാകും, ഒരു ബലം, ഫോഴ്സ് നമ്മളെ തള്ളുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ, പാറയിടുക്കുകൾ, കുഴികളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ബോധം നമുക്ക് മുൻകൂട്ടി തന്നെ ഉണ്ടാകണം. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങത്തില്ല. അപ്പോൾ പലപ്പോഴും വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ടൂറിന് പോകുമ്പോൾ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ്. മക്കളെ പുഴയിലിറങ്ങല്ലേ, വെള്ളത്തിലിറങ്ങല്ലേ, നിങ്ങൾ മല കയറിയാലും വേണ്ടിയില്ല എന്ന് പറയുന്നത് ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പെങ്ങളുടെ മകനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം, ഈ ഒരു അപകടത്തിൻ്റെ ഒരു ഭാഗം തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചില കുഴികളെന്ന് പറഞ്ഞാൽ ഒരാൾ താഴത്തിലുള്ള കുഴികൾ, അതിനകത്തങ്ങ് ഇരുന്ന് പോകുന്ന അപകട രീതികളുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതൊന്ന് പറയണമെന്ന് തോന്നി. ഇതിപ്പോൾ പെരിയാർ പുഴയാണ്, തേക്കടിയിൽ വള്ളക്കടവിൽ കൂടി. ഞങ്ങൾ വള്ളക്കടവിലാണ് ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്നത്, വള്ളക്കടവിൽ. ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കൂടും, ഇതിലെല്ലാം വെള്ളം ഒഴുകി പോവുകയും ചെയ്യും. ഇപ്പോൾ കുഴപ്പമില്ലാത്ത അവസ്ഥയാണ്. കണ്ടില്ലേ, ഇവിടെ എല്ലാം ഉണ്ട് ഒരു കുഴി പോലെ. ഇങ്ങനെയുള്ള തിട്ടകൾ, നമ്മൾ വിചാരിക്കും ഇവിടെ നിരപ്പായിരിക്കും, നമ്മൾ അങ്ങോട്ട് ഇറങ്ങും. ഇങ്ങനെയുള്ള കുറച്ച് അപകടങ്ങളായ കാര്യങ്ങൾ ഈ പുഴയിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ പുഴകളിലും അതിൻ്റെ അടുത്തൊട്ട് ഇതുപോലൊരു കല്ലുള്ള ഒരു അവസ്ഥയായിരിക്കും. എന്തേ അതൊന്ന് പറയണമെന്ന് തോന്നി ഇത് കണ്ടപ്പോൾ. തീർച്ചയായും അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി അങ്ങനൊരു അപകടം, വിഷമം ആർക്കും ഉണ്ടാകാതിരിക്കണം എന്നൊരാഗ്രഹം മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമസ്കാരം.